Hello guys. So നമ്മൾ ഇന്ന് മൊഡ്യൂൾ 5-ലെ 2-port നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ നെറ്റ്വർക്ക് ഫങ്ഷൻസ് എന്ന് പറയുന്ന വീഡിയോയ്ക്കകത്ത് കണ്ടായിരുന്നു എന്താണ് സിംഗിൾ പോർട്ട് നെറ്റ്വർക്ക്, എന്താണ് 2-port നെറ്റ്വർക്ക് എന്ന്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ ഒരു നെറ്റ്വർക്കിനെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ട് പോർട്ട്സ് ഉള്ള ഒരു നെറ്റ്വർക്കിനെയാണ് 2-port നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടോ ഔട്ട്പുട്ടോ ഒരു പോർട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെർമിനൽസിനെയാണ് പോർട്ട്സ് എന്ന് പറയുന്നത്. സോ രണ്ട് പോർട്ട്സ് ഉണ്ടെങ്കിൽ അത് 2-port നെറ്റ്വർക്ക് ആയിരിക്കും. ഓക്കെ, സിംഗിൾ പോർട്ട് ആണെങ്കിൽ രണ്ട് വേരിയബിൾസേ കാണത്തുള്ളൂ, വോൾട്ടേജും കറണ്ടും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇപ്പം 1 2 ഓക്കെ, സോ ഇതിൽ നമ്മൾ I1 ഉണ്ട്, ഇതിൽ നമ്മൾ I2 ഉണ്ട്, ആൻഡ് V2 ഉണ്ട്, V1 ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഒരു 2-port നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു 2-port നെറ്റ്വർക്കിൽ ഇതെന്ന് പറയുന്നത് ഇൻപുട്ട് പോർട്ട്സും ഇതെന്ന് പറയുന്നത് ഔട്ട്പുട്ട് പോർട്ട്സും ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് 4 വേരിയബിൾസ് ആണ്. ഓക്കെ, സോ ഈ 4 വേരിയബിൾസിനെ നമുക്ക് രണ്ട് വേരിയബിൾസിനെ നമുക്ക് മറ്റ് രണ്ട് വേരിയബിൾസിൻ്റെ ഫങ്ഷനായിട്ട് എഴുതാം. ഓക്കെ, ഇപ്പോൾ I1ഉം V1നെ നമുക്ക് I2ൻ്റെയും V2ൻ്റെയും ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ I1 I2 എന്ന് പറയുന്നത് V1 V2ൻ്റെ ടേംസിൽ എഴുതാം. ഓക്കെ, V1 V2നെ I1 I2ൻ്റെ ടേംസിൽ എഴുതാം. ഓക്കെ, V1 I2നെ I1 V2ൻ്റെ ടേംസിൽ എഴുതാം. സോ ഇങ്ങനെ ഏത് കോമ്പിനേഷൻ രണ്ട് വേരിയബിൾസ് എടുത്താലും മറ്റ് രണ്ട് വേരിയബിൾസിൻ്റെ ഫങ്ഷനായിട്ട് എഴുതാം. ഓക്കെ, സോ അതിനാണ് അപ്പം ആ രണ്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റും ഏതിൻ്റെ ടേംസിലാണോ എഴുതുന്നത് അതെന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ടേംസിൽ എഴുതുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആയിട്ട് മാറും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഉണ്ടാകുന്നത് 6 സെറ്റ്സ് ആയിരിക്കും. ഓക്കെ, 6 സെറ്റ്സ് നമുക്ക് ഇങ്ങനെ ഒരു 2-port നെറ്റ്വർക്കിന് സെറ്റ്സ് ഓഫ് ഇക്വേഷൻസ് ആയിരിക്കും ഈ ഒരു 2-port നെറ്റ്വർക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻസിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 4 വേരിയബിൾസ് ഉണ്ട്. ആ 4 വേരിയബിൾസിൻ്റെ പോസിബിൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ C4 ഓക്കെ, അതായത് 6 പോസിബിൾ കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ആ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് ആണ്. ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ്. സെക്കൻഡ് വൺ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ്. ഓക്കെ, സോ ഇംപിഡൻസ് പാരാമീറ്റർ, അഡ്മിറ്റൻസ് പാരാമീറ്റർ. ഓക്കെ, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ പാരാമീറ്റർ. ഓക്കെ, ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ. Okay, then we have hybrid parameter and inverse hybrid parameter. Okay, so ഇങ്ങനെ 6 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ. സോ ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇതൊക്കെ എന്ത് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചിട്ടാണ്? Z. നമ്മൾ നേരത്തെ ഡ്രൈവിംഗ് പോയിൻ്റ് ഒക്കെ കണ്ടപ്പോൾ പറഞ്ഞാണ്. അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ Y. ഓക്കെ, ട്രാൻസ്മിഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ABCD എന്നുള്ള വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ A', B', C', D' എന്നുള്ളതാണ് ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ആയിട്ട്
നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് പാരാമീറ്ററിന് വേറൊരു പേരാണ് എച്ച് പാരാമീറ്റർ. ഓക്കെ, ആൻഡ് ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ജി പാരാമീറ്ററാണ്. ഓക്കെ, സോ നമ്മൾ ഇത്രയും പാരാമീറ്റേഴ്സാണ് നമുക്കൊരു 2 പോർട്ട് നെറ്റ്വർക്കിൽ ഉള്ളത്. ഈ ഓരോ പാരാമീറ്ററിനും 2 സെറ്റ്സ് ഓഫ് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 6 പാരാമീറ്റേഴ്സ് ഉണ്ട്, ഓരോ ഇതിനും 2 സെറ്റ്സ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓക്കെ V1നെ നമ്മൾ പറഞ്ഞു ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, V/I ആണ്. സോ V1നെയും V2നെയും I1ൻ്റെയും I2ൻ്റെയും ഇക്വേഷനായിട്ടാണ് നമ്മൾ എഴുതുന്നത്. V1 ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് I1, I2. V2 ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് I1, I2. ഓക്കെ, സോ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് I1ഉം I2ഉമാണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് V1ഉം V2 ആണ്. ഓക്കെ, സോ എക്സ് പ്ലസ് V1 ആൻഡ് V2 ആസ് ഫങ്ഷൻ ഓഫ് I1 ആൻഡ് I2. അതാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, Z ഈസ് ഈക്വൽ ടു V/I. Z എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ ആണെങ്കിൽ R ഈസ് ഈക്വൽ ടു V/I. ഓക്കെ, സോ Rന് ഇൻഡക്റ്റീവും കപ്പാസിറ്റീവും കൂടെ വരുമ്പോഴാണ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. സോ V/I. അതുകൊണ്ട് വിനെയാണ് നമ്മൾ ഐയുടെ ടേംസിൽ എഴുതുന്നത്. അല്ലെങ്കിൽ V ഈസ് ഈക്വൽ ടു ZI എന്നുള്ള ഫോമിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, സിമിലർലി എന്താണ് അഡ്മിറ്റൻസ് നമ്മൾ എങ്ങനെ എഴുതും? I ഈസ് ഈക്വൽ ടു Y ഇൻറ്റു V. I1 is equal to a function of V1, V2. Okay, I2 is equal to a function of V1, V2. Okay, so നിങ്ങൾ equation എഴുതുമ്പോൾ ഇങ്ങനെ വേണം ഓർക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോമാറ്റ് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്മിഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ V1 is equal to a function of V2, I2. I1 is equal to function of V2 and I2. V2 is equal to a function of V1 and I1. Okay, I2 is a function of എന്താണ് V1 and I1. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ഇനി ഹൈബ്രിഡ് പാരാമീറ്റർ വരുമ്പോൾ V1 is a function of I1 and V2 and I2 is a function of എന്താണ് I1 and V2. ഓക്കെ, ജി പാരാമീറ്റർ വരുമ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, I1 is a function of V1, I2 and V2 is a function of V1, I2. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പം നമ്മളോട് Z പാരാമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ Z എന്താണെന്ന് ആലോചിക്കുക. ഓക്കെ, സോ V ഈസ് ഈക്വൽ ടു ZI എന്നാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, സോ രണ്ട് വോൾട്ടേജസും നമുക്കുണ്ട്, V1 ഉണ്ട് V2 ഉണ്ട്. സോ V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. ഓക്കെ, ആൻഡ് V2 ഈസ് ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2 എന്ന് നമുക്ക് വരും. ഓക്കെ, Y കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, Y എന്ന് പറഞ്ഞാൽ എന്താണ്, I/V ആണ്, അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എങ്ങനെ എഴുതും, I ഈസ് ഈക്വൽ ടു Y ഇൻറ്റു V എന്ന് എഴുതും. ഓക്കെ, സോ ഈ കേസിൽ എന്ത് വരും, I1 ഈസ് ഈക്വൽ ടു Y11 V1 പ്ലസ് Y12
V2. Okay, and I2 is equal to Y21 V1 plus Y22 V2. Okay, so ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി എ ബി സി ഡി പാരാമീറ്റേഴ്സ് വന്നാൽ എങ്ങനെയാണ്? ഓക്കെ, സോ ഇൻ എ ബി സി ഡി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു V1 സേ ഫങ്ഷൻ ഓഫ്, നമുക്കറിയാം നമ്മുടെ 2 പോർട്ടിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ I1 V1 ആണ്, ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് I2 V2 ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ V1ഉം I1ഉം I2ൻ്റെയും V2ൻ്റെയും ഫങ്ഷനായിട്ടാണ് എഴുതുന്നത്. ഫങ്ഷൻ ഓഫ് I2, V2 ആൻഡ് I1 is a function of I2, V2. Okay, that is V1 is equal to A into first parameter A into I2 അല്ലെങ്കിൽ A into V2 minus B into I2. Okay, and I1 is equal to C into V2 minus D into I2. ഓക്കെ, സോ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് I2 ആൻഡ് V2 എന്നാണ് ഞാൻ പറഞ്ഞത്. സോ A ഇൻറ്റു V2 മൈനസ് B ഇൻറ്റു I2. ഓക്കെ, അതുപോലെ തന്നെ I1 എന്ന് പറഞ്ഞാൽ C ഇൻറ്റു V2 മൈനസ് D ഇൻറ്റു I2. ഓക്കെ, ഇൻവേഴ്സ് വരുമ്പം A ഡാഷ് B ഡാഷ് C ഡാഷ് D ഡാഷ് ആണ് വരുന്നത്. ഓക്കെ, സോ എന്താണ്? തിരിച്ചാണ്. V2 is a function of V1, I1 and I2 is a function of V1, I1. Okay, so ഇങ്ങനെ വരും. V2 is equal to A dash V1 minus B dash I1. Okay, and I2 is equal to C dash V1 minus D dash I1. ഓക്കെ, സോ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഹൈബ്രിഡ് പാരാമീറ്റർ എച്ച് പാരാമീറ്റർ എന്ന് പറയുമ്പം നിങ്ങളിത് യൂസ് ചെയ്യുന്നതാണ് RC അനാലിസിസിൽ. ആംപ്ലിഫയർ അനാലിസിസ് വരുമ്പം നിങ്ങൾ ഹൈബ്രിഡും ഇൻവേഴ്സ് ഹൈബ്രിഡും നിങ്ങൾ യൂസ് ചെയ്യും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഡെറിവേഷൻ എഴുതുമ്പം എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ ആയിരിക്കും ചെയ്തുകൊണ്ട് പോയത്. ഓക്കെ, സോ എച്ച് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ V1 is equal to H11 I1. Okay, ഇത് രണ്ടുമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എച്ച് പാരാമീറ്റർ കാണാൻ I1ഉം V2ഉം ആണ് എടുക്കുന്നത്. H11 I1 പ്ലസ് H12 V2. ഓക്കെ, ആൻഡ് I2 is equal to H21 I1 plus H22 V2. ഓക്കെ, ആൻഡ് ജി പാരാമീറ്റർ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ തിരിച്ച് V2 is I1 is equal to G11 I1 ആണോ? അല്ല, I2 V1 plus G12 I2. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ V1 എന്ന് പറയുന്ന ഇൻപുട്ട് പാരാമീറ്റർ ആയതുകൊണ്ടാണ് ആദ്യം നമ്മൾ G11ൻ്റെ കൂട്ടത്തിൽ അത് എഴുതുന്നത്. ഓക്കെ, ആൻഡ് V2 is equal to G21 V1 plus G22 I2. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് ഈ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ വന്നിരിക്കണം. ഓക്കെ, സോ പാരാമീറ്റേഴ്സ് എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, ഇമ്പിഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, V/I. അഡ്മിറ്റൻസ് ആണെങ്കിൽ I/V. ഓക്കെ,
സോ V1ഉം V2ഉം ഫങ്ഷൻസ് ഓഫ് I1 ആൻഡ് I2 ആയിരിക്കും നമ്മൾ എഴുതുന്നത്. ഇവിടെ I1ഉം I2ഉം ഫങ്ഷൻസ് ഓഫ് V1 ആൻഡ് V2 ആയിരിക്കും എഴുതുന്നത്. ഓക്കെ, ഇനി ABCD വരുന്നതിടത്താണ് നമ്മൾ ഓർക്കേണ്ടത് എന്ത്, മൈനസ് ആണ് വരേണ്ടത്. പിന്നെ എയിൻ്റെ കൂട്ടത്തിൽ വരുന്നത് V2 ആണ്. ഓക്കെ, സോ ആദ്യം ഇക്വേഷൻ എഴുതുമ്പോൾ ആദ്യം വരുന്നത് V2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ABCD പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഇൻ ടേംസ് ഓഫ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ഇൻവേഴ്സ് ABCD എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് എഴുതുന്നതാണ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണ്, നടുക്ക് രണ്ടിടത്തും മൈനസ് ആണ്. ഓക്കെ, വോൾട്ടേജ് ആണ് നമ്മൾ ആദ്യം എഴുതിയേക്കുന്നത്, അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ I1 V2. ഓക്കെ, I1 V2. ഓക്കെ, V1നെ I2നെയുമാണ് നമ്മൾ എടുക്കുന്നത് I1ൻ്റെയും V2ൻ്റെയും ടേംസിൽ. ഓക്കെ, ഇനി ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ V1ഉം I2വുമാണ് നമ്മൾ ഇക്വേഷനിൽ എഴുതാനെടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഓരോ പാരാമീറ്റേഴ്സും എടുത്ത് അതിനെക്കുറിച്ചുള്ളത് അടുത്തടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.